ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോയമ്പിൻ്റെ 2ാം ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 8ാം ദിവസം. ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് യോഗ പരിശീലിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ പരിശീലിക്കണം. അതിലൂടെയാണ് നമ്മൾ ആരോഗ്യത്തിലേക്ക് സാവകാശം നടന്നു നീങ്ങുന്നത്. ഈ ദിവസത്തിൻ്റെ വചനചിന്ത ഇതാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 36 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ഈശോ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറിപ്പോകട്ടെ എന്ന് ഈശോ പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യപുത്രൻ എന്ന രീതിയിൽ സംരക്ഷണത്തിനും വിടുതലിനും വേണ്ടി പിതാവായ ദൈവത്തെ ഓരോരുത്തരും ആശ്രയിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു അത്. ഞാനും നിങ്ങളും മനുഷ്യരാണ്. വിടുതലിനും സംരക്ഷണത്തിനും വേണ്ടി ദൈവത്തെ ആശ്രയിച്ച് മതിയാവും. ഈശോയുടെ കുരിശുമരണം, ഈശോയുടെ ഗെത്സമേൻ തോട്ടത്തിലെ പ്രാർത്ഥന, ഇവയെല്ലാം ഈ ലോകത്തെ പിശാചിൻ്റെ കെണിയിൽ നിന്നും അവൻ്റെ സൈന്യത്തിൽ നിന്നും രക്ഷിക്കാനുള്ളൊരു യുദ്ധമായിരുന്നു. കുരിശുമരണവും അങ്ങനെ തന്നെ. ഈശോ യുദ്ധം ചെയ്യുകയായിരുന്നു. ഗെത്സമേൻ തോട്ടത്തിൽ ആ യുദ്ധത്തിനിടയിൽ ഈശോ വിയർത്ത് കുളിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രയും ത്യാഗവും അത്രയും കഠിനാധ്വാനവും. പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൽ യാതൊരു അധ്വാനവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് രോഗസൗഖ്യത്തിന് വേണ്ടിയും ദൈവാനുഭവത്തിന് വേണ്ടിയും ഇങ്ങനെ നമ്മൾ ഓടി നടക്കുന്നത്. ഓടി നടന്നിട്ട് കാര്യമില്ല. പരിശീലിക്കുക, ഇരിക്കുക എന്നുള്ളതാണ്. നടത്തത്തിലല്ല സൗഖ്യം, ഇരുത്തത്തിലാണ് സൗഖ്യം. അതുകൊണ്ട് അത്രമാത്രം മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കണം. വിഴി പൂട്ടിയാൽ ദൈവത്തെ അല്ലാതെ വേറൊന്നിനെയും മനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത വിധം പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയുന്നുണ്ടോ? നമ്മൾ ഈ ഓട്ടം തുടർന്നു കൊണ്ടേയിരിക്കും. ഓട്ടം നിർത്തണം. യാത്ര ദൈവസന്നിധാനത്തിലേക്കുള്ളതാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ഇരിക്കാൻ കഴിയട്ടെ. ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അധ്വാനിക്കാതെ നമുക്ക് ഒരു ആത്മീയത, കഠിനാധ്വാനം. കുട്ടികളെ അധ്വാനം പഠിപ്പിക്കുക. ഞാനും നിങ്ങളും അധ്വാനിക്കുന്നവരായിട്ട് മാറുക. അങ്ങനെ നമുക്ക് നേരിൻ്റെ ഒരു ആത്മീയത നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പരിശീലനത്തിലേക്ക് പ്രവേശിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശീലനത്തിലേക്ക് പ്രവേശിക്കാം. 2 പരിശീലനങ്ങളാണ് ഇന്ന് ചെയ്യുക. ഒന്നാമത്തേത് നെയിൽ മസാജിങ് എന്ന് പറയും. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ 2 കൈകളും ഇതുപോലെ ഇങ്ങനെ മടക്കി ഈ 8 വിരലുകളുടെ നഖങ്ങൾ പരസ്പരം ഇങ്ങനെ മസാജ് ചെയ്യുക. ഇത് ചെയ്യേണ്ടത് രാവിലെ ഭക്ഷണത്തിന് മുമ്പ്, ഉച്ച ഭക്ഷണത്തിന് മുമ്പ്, വൈകുന്നേരം കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഏറ്റവും മിനിമം 1 മിനിറ്റെങ്കിലും ചെയ്യുക. ഇതിൻ്റെ ഗുണം എന്താണ്? നിങ്ങളുടെ ഒറ്റ മുടി പോലും കൊഴിഞ്ഞു പോവില്ല. മുടി കൊഴിയാതിരിക്കാനുള്ള ഒരു നല്ല പരിശീലനമാണ്. പലർക്കും ഈ കഷണ്ടി ഉണ്ടാവുക എന്ന് പറയുന്നത് യുവാക്കളെ സംബന്ധിച്ച് വളരെ വേദനാകരമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് ഇല്ലാതിരിക്കാനുള്ളൊരു നല്ല പരിശീലനമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് പരിശീലിച്ചാൽ ഒറ്റ മുടി പോലും കൊഴിഞ്ഞു പോവില്ല. ധൈര്യമായിട്ട് പരിശീലിക്കാം. പക്ഷേ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്യാൻ പാടില്ല. അപ്പോൾ നെയിൽ മസാജിങ് നന്നായിട്ട് ചെയ്യുക. വളരെ ശാന്തമായിട്ട്, എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് നിന്ന് ചെയ്യാം, ഇരുന്ന് ചെയ്യാം. പക്ഷേ വളരെ ശാന്തമായിരിക്കണം എന്ന് മാത്രം. അങ്ങനെ 1 മിനിറ്റോ 1.5 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളുടെ സമയവും സൗകര്യവും സാഹചര്യവും പോലെ. അതിനുശേഷം കൈ റബ്ബ് ചെയ്യുക, ചൂട് കൊടുക്കുക. അടുത്തൊരു പരിശീലനം നമ്മൾ ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും ചെറുപ്പമാകാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് അല്ലേ? നമ്മളെപ്പോഴും അങ്ങനെ ആയിരിക്കണം. ആ ചെറുപ്പത്തിലാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ദൈവമഹത്വത്തിനായി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനും ഒക്കെ കഴിയുന്നത് നമ്മൾ ചെറുപ്പമാകുമ്പോഴാണ്. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്താണ്? കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരുടെയും മുടിയൊക്കെ നേരത്തെ നരയ്ക്കുകയാണ്. 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികളുടെ മുടി നരയ്ക്കുകയാണ്. അകാല വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ കുട്ടികളുടെ കൈകളും കാലുകളും ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. വാർദ്ധക്യത്തിലേക്ക് അവർ വലിച്ചെറിയപ്പെടുകയാണ്. വാർദ്ധക്യത്തിലേക്ക് ഒക്കെ പോകുന്നതിന് പകരം തീർച്ചയായിട്ടും സമയം, സാഹചര്യവും കാലങ്ങളൊക്കെ നമ്മൾ വാർദ്ധക്യത്തിൽ കൊണ്ട് എത്തിക്കും. അതല്ല, ഈ അകാല വാർദ്ധക്യമൊക്കെ ഒഴിവാക്കാനുള്ള ഒരു പരിശീലനമാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ ഈസിയാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന പരിശീലനങ്ങളെല്ലാം വളരെ സിമ്പിളാണ്. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ ടഫായിട്ടുള്ള പരിശീലനങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കും. നിങ്ങൾ ഇതുപോലെ യോഗ മാറ്റിൽ നേരെ നിൽക്കുന്നു. 2 കാലുകളും ഇതുപോലെ അകത്തി വയ്ക്കുക. നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം കാലുകൾ അകത്തി വയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇടത് കാൽപാദം തിരിക്കണം. ഇടത് കാൽപാദം തിരിച്ചു, ഇടത് കാൽമുട്ട് മടക്കി. കാൽമുട്ട് 90 ഡിഗ്രി മടക്കണം. ഇത് മടങ്ങാൻ പാടില്ല. അതിനുശേഷം 2 കൈകളും ഇതുപോലെ 2 സൈഡിൽ 2 കൈകളിലേക്ക് നോക്കണം. 2 വശങ്ങളിലേക്ക് നോക്കണം. ഇത് പൊങ്ങിയും ഇത് താന്നും ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. വളരെ കൃത്യമായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട്. സംഭവിക്കുന്ന എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഇടത് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുന്നു, വലത് സൈഡിലേക്കും സ്ട്രെച്ച് ചെയ്യുന്നു. നമ്മൾ വടം വലിക്കുമ്പോൾ
തുല്യ രണ്ട് ശക്തികളാണെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങോട്ടും അങ്ങോട്ടും പോകില്ല, അവിടെ തന്നെ നിൽക്കും. അതാണ് ഈ ആൻറ്റി ഏജിങ് എന്ന് പറഞ്ഞാൽ. നമുക്ക് നമ്മുടെ ആ ഒരു എനർജിയും ആ ഒരു നന്മകളുമൊക്കെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു പരിശീലനമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നിൽക്കുന്നു. എന്നിട്ട് ഡീപ്പ് അടവ്. ഇങ്ങനെ കുനിയാൻ പാടില്ല, ഇങ്ങോട്ട് ഇങ്ങനെ കുനിഞ്ഞു പോകരുത്. ശരീരം എപ്പോഴും നേരെയായിരിക്കണം. ശരീരം ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കണം. പക്ഷേ കാലിവിടെ മടങ്ങണം, ഇത് മടങ്ങാൻ പാടില്ല. ഇതേ രീതിയിലേക്ക് നോക്കുക. എന്നിട്ട് ഇടത് കൈപ്പത്തിയിലേക്ക് മാത്രം നോക്കുക. ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. ഒരു 30 എണ്ണുവോളം ഇതേ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഇടത് കാൽപാദത്തോട് ചേർത്ത് വയ്ക്കുക. വലത് കൈ നേരെ മുകളിലേക്ക് ഉയർത്തുക. എന്നിട്ട് വലത് കൈപ്പത്തിയിലേക്ക് നോക്കണം. ഇതും ഒരു 30 പ്രാവശ്യം ഡീപ്പ് ബ്രീത്തിങ് മെയിൻറ്റെയിൻ ചെയ്യും. അതിനുശേഷം വലത് കാലിനോട് ചേർക്കുക. ഈ കാല് സാവകാശം നേരെയാക്കുന്നു. കാൽപാദം നേരെയാക്കുക. ഏതെങ്കിലും ഒരു കാല് മടക്കി മറ്റേ കാലിലേക്ക് ചേർക്കുക. കൈകൾ റബ്ബ് ചെയ്യുക. ഇതേ പരിശീലനം നമ്മൾ വലതുവശത്തൂടെ ഒന്ന് ചെയ്യുന്നു. അടുത്ത സൈഡിലൂടെ നമ്മളൊന്ന് ചെയ്യുന്നു. ഇതുപോലെ തന്നെ കാലുകൾ അകത്തി വയ്ക്കുക. വലത് കാൽപാദം തിരിക്കുക. കാൽമുട്ട് മടക്കുന്നു. ബോഡി സ്ട്രൈറ്റ് ആയിരിക്കണം. രണ്ട് കൈകളും ഷോൾഡർ ലെവലിൽ ഇതുപോലെ വിരിച്ചു പിടിക്കുന്നു. വലത് കൈപ്പത്തിയിലേക്ക് മാത്രം നോക്കുന്നു. എന്നിട്ട് ഡീപ്പായിട്ട് ശ്വാസം എടുക്കുക. 30 വരെ 1 2 3 അങ്ങനെ നിങ്ങൾ 30 വരെ മനസ്സിലെണ്ണിയാൽ മതി. ഡീപ്പായിട്ടുള്ള ബ്രീത്തിങ് ആയിരിക്കണം. അതിനുശേഷം വലത് കാൽപാദത്തോട് ചേർത്ത് വയ്ക്കണം. ഇടത് കൈ നേരെ മുകളിലേക്ക് ഉയർത്തുക. എന്നിട്ട് ഇടത് കൈപ്പത്തിയിലേക്ക് നോക്കുക. 30 വരെ മെയിൻറ്റെയിൻ ചെയ്യുക. അതിനുശേഷം സാവകാശം ഇടത് കാലിനോട് ചേർക്കുന്നു. വലത് കാല് നേരെയാക്കുന്നു. വലത് കാൽപാദം നേരെയാക്കുന്നു. രണ്ട് കാലുകളും അടുപ്പിച്ച് വയ്ക്കുക. കൈകൾ റബ്ബ് ചെയ്യുക. ചൂട് കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ഈ പരിശീലനങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. ചെയ്യാതിരിക്കരുത്, മടി വിചാരിക്കരുത്. ഇതിപ്പോൾ രാവിലെ ചെയ്യാം, നിങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിന് മുമ്പ് ഒന്ന് ചെയ്യാം, വൈകുന്നേരം ഒന്ന് ചെയ്യാം. അങ്ങനെ നമ്മളത് പഠിക്കും, പരിശീലിക്കും. അങ്ങനെ നല്ല ആരോഗ്യത്തിലേക്ക്, നല്ല ആത്മീയതയിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും.